ACL കൂട്ടുകാരെ, അന്ന് രാത്രിയിലാണ് ആശുപത്രിയിലേക്ക് പോയത്. പ്രകാശിൽ നിന്നും തങ്കമണി വരെ പലരും ചേർന്ന് കട്ടിലിൽ അമ്മയെ ചുമന്നുകൊണ്ട് പോയി. തങ്കമണിയിൽ നിന്നും കാൽവരി മൗണ്ടനിലേക്ക് ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴുണ്ട് പെരും മഴ. വഴി ഇന്നത്തെ പോലെ ഒന്നുമല്ല, വെറും ചെമ്മൺ പാത. മഴ പെയ്യുമ്പോൾ ചേലി കുഴഞ്ഞ മൺപാതയിലൂടെ ജീപ്പ് കയറ്റും കയറാൻ കൂടെ വന്നവർ ജീപ്പിൽ നിന്ന് ഇറങ്ങി തള്ളും. അങ്ങനെ 2-3 കിലോമീറ്ററുകൾ പെരും മഴയത്ത് വണ്ടി തള്ളിയാണ് കാൽവരി മൗണ്ടനിലെത്തിച്ചത്. അവിടെ നിന്ന് കട്ടപ്പന സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിലേക്ക് പറന്നു. അവിടെ എത്തിയപ്പോഴേക്കും അമ്മച്ചിക്ക് പ്രഷർ കൂടി ശരീരം കോച്ചിപ്പോയി. 2 മണിക്കൂർ കൊണ്ട് മുണ്ടംകൈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ചിലപ്പോൾ അമ്മയും കുഞ്ഞും മരിക്കില്ല. പിന്നെ ദൈവം തമ്പുരാനെ എന്ന് വിളിച്ചൊരു പോക്കാണ്. അന്ന് KK റോഡ് ഇന്നത്തെ പോലൊന്നുമല്ല. വളവും തിരിവും കുണ്ടും കുഴിയുമാണ്. വീതി തീരെ കുറവും. അങ്ങനെ പറന്നു പോകുമ്പോൾ അമ്മയുടെ ബോധം പോയി. എല്ലാവരും ജീപ്പിലിരുന്ന് നിലവിളിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ അതാ ഒരു വലിയ പാണ്ടിലോറി വലിയ തടികളുമായി ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നു. ജീപ്പിന് ഓവർടേക്ക് ചെയ്യാനും ആവുന്നില്ല. ആകെ ടെൻഷൻ, കൂട്ടക്കരച്ചിൽ. കുറെ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് കയറി പോകാൻ പറ്റിയത്. അങ്ങനെ ഒരു തരത്തിൽ മുണ്ടക്കൈയിലെത്തി. അവസാനം ഓപ്പറേഷൻ കൂടാതെ പ്രസവം. അന്നേരമാണ് അറിഞ്ഞത് ഇരട്ടക്കുട്ടികളാണെന്ന്. അമ്മയ്ക്ക് ബോധം തെളിഞ്ഞത് 2 ആഴ്ച കഴിഞ്ഞാണ്. പ്രിയ കൂട്ടുകാരെ, ഇത്രയും വായിച്ചപ്പോൾ ഇതെന്ത് കഥയാണ്, ഇത് ആരുടെ കഥയാണ് ഇത് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് മറ്റാരുടെയും കഥയല്ല, ഇത് എൻ്റെ പിറന്നാൾ കഥയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ കഴിഞ്ഞ 50ലേറെ വർഷങ്ങളായി ഞങ്ങളുടെ അച്ചാച്ചനും അമ്മച്ചിയും എല്ലാ പിറന്നാൾ ദിനത്തിനും ഞങ്ങളോട് പറഞ്ഞു തരുന്ന പിറന്നാളിൻ്റെ കഥയാണിത്. കേട്ട് കാണാപ്പാടമായിട്ടും കഴിഞ്ഞ വർഷവും ആരും കേൾക്കുന്നത് പോലെ ഞങ്ങൾ ആവേശത്തോടും അത്ഭുതത്തോടും കൂടി കേട്ട കഥയാണിത്. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും പിറന്നാളുണ്ട്. നമ്മൾ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ പിറന്ന നാൾ ആർക്കാണ് ഹാപ്പി ബർത്ത്ഡേ ആകുന്നത്? പിറന്ന നാളിൽ നമുക്ക് അത് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. എന്നിട്ടും നമ്മൾ ചെവിയുടെ കരയുന്ന പോലെ നീണ്ട വായിൽ നിലവിളിക്കുകയല്ലായിരുന്നു. പിറക്കുമ്പോൾ കുട്ടി കരയണം. കരഞ്ഞില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട്. നമ്മൾ പിറന്ന ദിനം നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഹാപ്പി ഡേ ആയിരുന്നു. ഇത് വായിക്കുന്ന നിങ്ങൾ ഒരു കാര്യം അറിയണം. നിങ്ങൾ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത ആ ദിവസത്തിന് ഒരു കഥയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പപ്പയും മമ്മിയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കാൻ, നിങ്ങളുടെ ജീവിതം സന്തോഷഭരിതമാക്കാൻ നിങ്ങൾ അറിയാതെ മാതാപിതാക്കളും മറ്റുള്ളവരും ഏറ്റെടുത്ത കണക്കിലില്ല കഷ്ടപ്പാടുകളും ഓർമ്മയാണ് നമ്മിൽ പലരും ഹാപ്പി ബർത്ത്ഡേ എന്ന് വിളിക്കുന്നത്. വളരുമ്പോൾ നമ്മൾ പിറവി നൽകിയവരെ മറന്നേക്കാം. എന്നാൽ അവർ മറക്കില്ല. നമ്മുടെ പിറവിയും നമ്മൾ അറിവിനും സുബോധത്തിനു മുമ്പ് കാട്ടിക്കൂട്ടിയ അസഹനീയമായ സകല വിക്രിയകളും അവർ ഒരിക്കലും മറക്കില്ല. ഇന്ന് അച്ഛൻ മരിച്ചതിനു ശേഷമുള്ള ആദ്യ പിറന്നാളിൻ്റെയും ഒന്നാമത്തെ ഹാപ്പി ബർത്ത്ഡേയുടെയും ഓർമ്മകൾ പറന്നു വരുന്നുണ്ട്. ഈ ദിനത്തിലെ കാറ്റലുകളിൽ പോലും ശബ്ദം മുഴുകുന്നുണ്ട്. ആ ശബ്ദം നിങ്ങളുടെ ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കഥകൾ ഇന്ന് തന്നെ ചോദിച്ചു തുടങ്ങുക. അത് കേൾക്കാൻ സമയം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അറിയും നിങ്ങൾ എങ്ങനെ ഇന്നത്തെ നിങ്ങളായി എന്ന്. ആ അറിവാണ് മക്കളെ ജീവിതത്തിൻ്റെ നിറവ്. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.